നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ജനതയെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം മോചിപ്പിച്ച സംഭവമാണ് ഇന്ന് വിവരിക്കുന്നത്. ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുന്നതിന് മുമ്പ് ഈജിപ്തുകാരെ ഒരു ബാധയിൽ നിന്ന് അവരുടെ വീടുകളിലുള്ള മൂത്ത മക്കൾ മരിച്ചു. ഈ ബാധ ഇസ്രായേൽ വീടുകളെ മറികടന്നുപോയി. ഈ സംഭവം പെസഹ അഥവാ കടന്നുപോക്ക് എന്നറിയപ്പെടുവാൻ തുടങ്ങി. ഇന്നും ഇസ്രായേൽ ജാതിയിൽപ്പെട്ടവർ എല്ലാ വർഷവും പെസഹ ആചരിക്കുന്നു. അങ്ങനെ ദൈവം അവരുടെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തത് അവർ ഓർക്കുന്നു. അനേകം വർഷങ്ങൾക്ക് ശേഷം അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ആഘോഷിച്ചു. ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും ദൈവം സംസാരിച്ചു. ഈ മാസം നിങ്ങൾക്ക് വർഷത്തിലെ ആദ്യ മാസമായിരിക്കും. ഇസ്രായേൽ മക്കൾ എല്ലാവരും ഈ മാസം 10-ാം തീയതി ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ അവരവരുടെ കുടുംബത്തിന് തിന്നാനായി എടുക്കണം എന്നു പറയുക. അയാളുടെ കുടുംബം വളരെ ചെറുതാണെങ്കിൽ അയാൾ തൻ്റെ അയൽവാസിയുമായി പങ്കിട്ടെടുക്കണം. 1 വയസ്സ് മാത്രം പ്രായമുള്ള യാതൊരു കുറ്റവുമില്ലാത്ത ആണാട് ആയിരിക്കണം അത്. മാസത്തിൻ്റെ 14-ാം തീയതി സന്ധ്യയ്ക്ക് എല്ലാവരും അവരവരുടെ മൃഗങ്ങളെ കൊല്ലണം. ആ മൃഗത്തിൻ്റെ അല്പം രക്തമെടുത്ത് കട്ടിളകളിലും വാതിലിൻ്റെ മുകളിലത്തെ പടികളിലും തളിക്കണം. അന്ന് രാത്രിയിൽ ചുട്ടെടുത്ത മാംസം കയ്പുള്ള ഇലവർഗ്ഗങ്ങളോടും പുളിപ്പിക്കാത്ത അപ്പത്തോടും കൂടെ നിങ്ങൾ തിന്നണം. മാംസം പച്ചയ്ക്കോ വേവിച്ചോ തിന്നാൻ പാടില്ല. ചുട്ടെടുത്തതാണ് തിന്നേണ്ടത്. പിറ്റേ ദിവസത്തേക്കൊട്ടും അവശേഷിപ്പിക്കരുത്. തിരക്കിട്ട് ഭക്ഷിക്കണം. ചെരുപ്പ് ധരിച്ചും വടി കയ്യിലെടുത്തും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പോടെ വേണം നിൽക്കുവാൻ. യഹോവയായ എന്നെ ആദരിക്കുവാനുള്ള പെസഹ പെരുന്നാളാണത്. ആ രാത്രിയിൽ ഞാൻ ഈജിപ്റ്റ് ദേശത്തിലൂടെ കടന്നുപോകും. ആദ്യജാതനായ എല്ലാ ആണിനെയും മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ഞാൻ കൊല്ലും. ഈജിപ്തിലെ എല്ലാ ദൈവങ്ങളെയും ഞാൻ ശിക്ഷിക്കും. ഞാൻ യഹോവയാകുന്നു. കട്ടിളക്കാലുകളിലുള്ള രക്തം നിങ്ങളുടെ വീടുകൾക്ക് ഒരടയാളമായിരിക്കും. ആ രക്തം കൊണ്ട് ഞാൻ നിങ്ങളുടെ വീടുകളെ ഒഴിഞ്ഞു പോകും. ഈജിപ്തുകാരെ ഞാൻ ശിക്ഷിക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈ ദിവസം എല്ലാ വർഷവും ഓർത്തുകൊണ്ട് ഒരു ഉത്സവമായി ആഘോഷിക്കണം. അത് യഹോവയായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം. ഇസ്രായേലിയർ ഈജിപ്റ്റ് വിടുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് യാത്ര തുടങ്ങേണ്ടത്. അവർക്ക് ആഹാരം ആവശ്യമാണ്. പുളിപ്പ് ചേർക്കാത്ത മാവാണ് അവർ കയ്യിലെടുത്തത്. പുളിപ്പ് ചേർക്കാത്തായതുകൊണ്ട് അത് വേഗം പാചകം ചെയ്യാവുന്ന